അകത്ത് വെച്ചേരി. കാശ് കിട്ടിയോ ചാക്കോയെ? ഓ, എവിടെന്ന്? ജോയിച്ചന്റെ നേരിട്ട് ഏൽപ്പിച്ചോളാന്നാ പരമുള്ള പറയുന്നത്. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? ആഹാ, അത് കൊള്ളാലോ. ജോയിച്ചന്റെ ഭാര്യയാ ഞാൻ. കാശ് എന്റെ തന്നാ എന്നതാ ഒരു കുഴപ്പം? ഓരോരോ ഒഴിവ് കഴിവുകള്, അല്ലാതെ എന്നതാ? ജോയിച്ചിന് ഇവിടെ ഇല്ലാത്ത തക്കം മുതലാക്കുക അയാള്. ഇഞ്ചിയും കുരുമുളകും എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരട്ടെ. ആ പരമുള്ളേ, കാശ് ഇന്ന് തന്നെ എന്റെ വീട്ടിലെത്തിച്ചേക്കണം. ഞാൻ പറഞ്ഞേക്കാം. ജോയിച്ചൻ എപ്പോ വരും ചേച്ചി? മറ്റന്നാള്. 2-3 ദിവസമായിട്ട് ഈ കസേര ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുമ്പോ ഏതാണ്ടൊരു ഇതുപോലെ. എന്നാ പറഞ്ഞാലും ജോയിച്ചൻ എപ്പോഴും ഇതേലിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യ. ഇതിപ്പം വീടങ്ങ് ഉറങ്ങിയ പോലെ. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ജോയിച്ചാൻ മറ്റൊരു വീട്ടിൽ പോയി അന്തി ഉറങ്ങിയിട്ടുള്ളതായി എനിക്ക് ഓർമ്മയില്ല. ചില കല്യാണത്തിനോ ചവിടക്കിനോ മറ്റോ കാലോ അരയോ ദിവസം എന്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വൈകുമ്പോ ഈ തിണ്ണെ വന്ന് കയറണം, അല്ലെങ്കിൽ ജോയിച്ചിന് അതങ്ങോട്ട് ശരിയാവത്തില്ല. എന്നിട്ടും ഇപ്പൊ ഒരു തീർത്ഥാടനത്തിന് ചാടി പുറപ്പെട്ടിരിക്കുന്നു. അതും ചേച്ചിയും പിള്ളേരെയും പോലും കൂട്ടാതെ. അതിശയം തന്നെ. അതായിപ്പോ കുറ്റമായത്? എല്ലാരും കൂടെ അങ്ങ് സർക്കിട്ടിന് ഇറങ്ങിയേച്ചാ മതി ഈ സമയത്ത്. പിള്ളേർക്ക് സ്കൂളിൽ പോണ്ടല്ലേ ചാക്കോ? പഴയ കാലമൊന്നുമല്ല. ഒരൊറ്റ ക്ലാസ് നഷ്ടപ്പെടുത്തിയ പരീക്ഷ വരുമ്പോ അത്രയും മാർക്കങ്ങ് പോവും. A+ ഒക്കെ വാങ്ങിക്കേണ്ട പിള്ളേരാ. അതും ശരിയാ. എന്നാൽ എനിക്കറിയാൻ മേലേ, നമ്മുടെ പാലാ ടൗണ് വിട്ട് ജോയിച്ചന് ഇതിനു മുമ്പ് എങ്ങോട്ടേലും പോയിട്ടുള്ളതായിട്ട്. കച്ചവടത്തിന്റെ കാര്യത്തിനെങ്ങാനും പുറത്തു പോവേണ്ടി വന്നാലും ഞങ്ങളാരേലും പറഞ്ഞു അയക്കുമല്ലയോ പതിവ്. ഇതിപ്പോ നമ്മുടെ സണ്ണിച്ചാന്റെ കാര്യമായതുകൊണ്ടാ ഒന്നും മിണ്ടാതങ്ങ് ഇറങ്ങിപ്പോയത്. 10 വർഷം കഴിഞ്ഞു സണ്ണിച്ചാന്റെയും കൊച്ചുറണ്ണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ല തമ്പുരൻ. ഫ്രാൻസിസ് പുണ്യാളിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും തിരുശേഷിപ്പ് കാണാനുമായിട്ട് ഗോവയിലോട്ട് കൂടെ ചെല്ലണമെന്ന് സണ്ണിച്ചാൻ പറഞ്ഞപ്പം ഒരു കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് അവനെ അനുഗമിക്കേണ്ടത് എന്റെ കടമയല്ലയോടി ആൻസിയെ എന്നാ ജോയിച്ചൻ എന്നോട് ചോദിച്ചത്. കാര്യം ശരിയായതുകൊണ്ട് ഞാനും അതങ്ങ് സമ്മതിച്ചു. മാത്രമല്ല, തിരുശേഷിപ്പ് കാണണമെന്നൊക്കെയുള്ളത് ജോയിച്ചന്റെയും വലിയ ആഗ്രഹമായിരുന്നു. I love you. Come on. ഒന്നുമില്ല, ചുമ്മാ nothing. ജോസേ അനിയ, നീ വെറുതെ തർക്കത്തിന് നിൽക്കാതെ ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഞാനൊരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം പലപ്പോഴും നീ മറന്നു പോകുന്നു. പ്രമാദമായ ഒരു മർഡർ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനില്ല ഞാൻ. അഡ്വക്കേറ്റ് നരിമാനുമായിട്ട് എനിക്ക് നാളെ ഒരു അർജന്റ് മീറ്റിംഗ് ഉള്ളതാ. അതുകൂടെ കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. എന്താ കടലിലെ ശബ്ദം? അത് പിന്നെ ഈ അന്വേഷണം ഒരു കടൽ തീരത്താ. എന്നാ പറഞ്ഞാലും ഈ കേസിൽ നാളെ നീ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തേ പറ്റൂ. അത് മസ്റ്റാ. ചത്തയാളെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. മീൻപിടുത്തക്കാരൻ. ശരി ശരി. ആരാ കെട്ടിയോള് തന്നെ അല്ലാതാര്. ഇവിടെ നീ എത്ര സമയം എടുക്കുന്നു? ഇവിടെ വരെ വന്നും വെച്ച് നേർച്ചയിടാതെ പോകാനൊന്നും പറ്റത്തില്ല. അയ്യടാ, അങ്ങനെ സൗകര്യം നോക്കി നിന്നാലേ നാളെ വേഗമ്പോഴേക്ക് വീട്ടിലെത്തേണ്ടതാ. അതിനു മുമ്പ് എന്തെല്ലാം പരിപാടി ഉണ്ടെന്നറിയാം. ഞാൻ ഒരു ഐഡിയ ഉണ്ട്. ജോയിത് എങ്ങോട്ടാ? നീ കണ്ടോ ചേട്ടാ, ഇതൊന്നാ നേർച്ചപ്പെട്ടില്ലാവോ? സാമാൻ വഹ് ബോക്സ് മേ നിക്ഷിത് കരോ. ആരാം കരോ, ആരാം കരോ, ആരാം കരോ. വലിയ സാറന്മാര് വന്നിട്ട് എന്നാ കാര്യം? വിവരം വേണം, വിവരം. ഞാൻ ഇന്ത്യയിൽ ഒരു കാച്ചം കഴിച്ചു. കിളവൻ സമ്മതിക്കുകയും ചെയ്തു. കാശ് നേർച്ചപ്പെട്ടിൽ ഇട്ടോളാന്ന് പറഞ്ഞു. ഞാൻ അതിനൊരു താങ്ക്സ് സോങ് പറഞ്ഞു ഹിന്ദിയിൽ തന്നെ. ആരാം കരോ, ആരാം കരോ. നമുക്ക് നന്ദി വേണമല്ലോ. ബാബാ നീയായിരുന്നു. കളിച്ചു നടക്കാതെ റെഡിയാ നോക്ക്. ചിരിക്കുന്ന കണ്ടില്ലേ? നാണമില്ലല്ലോ ജോയിച്ചിന്. ഓ, നീ അതങ്ങ് ക്ഷമി. ഇന്നലെ 2 കൂടി പോയായിരുന്നു. അത് ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊന്നും അല്ല. ജോയിച്ചൻ രാത്രി ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? മദാമേ, വാട്ട് ഈസ് യുവർ നെയിം, കം ഹിയർ, ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത്.
അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി എൻ്റെ ആൻസി. ഏതോ മാതാമ്മമാർ നടത്തുന്ന ആശുപത്രിയിൽ ഞാൻ ഭയങ്കര സൂക്കനായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട. ഏയ് ഐ ലവ് യു എന്നൊന്നും ആയിരിക്കല്ല പറഞ്ഞത്, ഐ ഗീവ് യു എന്നായിരിക്കും. അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും. ഓ അല്ല പിന്നെ എന്റെ പൊന്നും കൂടെ അല്ലേ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് നാണക്കേട് വരുത്തി വെക്കരുത് കേട്ടോ. അതെന്നാ ജോയിച്ച അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ജോയിച്ചിന് നാണക്കേട് വരുത്തുവോ? എന്നാലും പകരമായിട്ട് എനിക്ക് എന്നാ തരും? എന്നാ വേണേലും ജോയിച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മറ്റത്തിൽ വക്കച്ചിന്റെ സ്വർണ്ണക്കടയിൽ ഞാൻ കണ്ടുവച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച്. അത് വേണോ ആൻസി കൊച്ചേ? വേണമല്ലോ ജോയിച്ച, ഞാൻ എല്ലാരോടും പറയും എന്ത് നല്ല ഭർത്താവ് എന്റെ ജോയിച്ചിനെന്ന്. കൊട്ടാരം പോലുള്ള എത്ര ഇനം കാറുകളാ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത്. ഈ പാട്ട തൂക്കി വിറ്റേം വെച്ച് പുതിയ കാർ ഒരെണ്ണം മേടിക്കണ്ട ജോയിച്ച. ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. ഈ തറവാടിത്തോന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ ഇച്ചാച്ചൻ ആദ്യമായിട്ട് മേടിച്ച കാറാ, ഇപ്പോഴും ഒരു പോറല് പോലും ഇല്ല. കൊല്ലം എത്രയിന്നാ, എന്നിട്ടെന്നതാ എഞ്ചിൻ നടക്കുന്നുണ്ടോന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം. ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദം ഈ എഞ്ചിനകത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ല നീ ഈ പറയുന്ന കൊട്ടാരം പോലത്തെ കാറൊന്നും. നിനക്കെന്നാടാ ഒരു ഞാൻ Today Chaco drop you. Chaco go drop. Papa's English, poor English. My English no grammar. വൈകിട്ടോ പപ്പ? വൈകിട്ട് എങ്ങനെയാ വരുന്നേ? വൈകിട്ട് മോള് ബസ്സേ വന്നാൽ മതി. പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെ കാറേ മാത്രം കയറി പഠിക്കുന്നത്. വന്നട്ടെ. മൈസർ നിന്റെയൊക്കെ ആൻസി കൊച്ചേ. എന്നാ ഞാനും വേഗം റെഡിയാട്ടെ, കടയിലോട്ട് പോകാനുള്ളതല്ലയോ. Dear brothers and sisters, there is a world outside of you, a world that is so broken, a world that is so shattered. Your eyes shall see the plight of this world around you today. Your ears shall hear the cry of a sad, painful, distressed and wounded world around you. There are millions and billions of people in this world who are dying of hunger and thirst. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! It's a call that Jesus gives us. He has given us the duty to touch the lives of these people. If we abandon them, if we are indifferent to them, these people will cry out, and that cry will reach heaven, and the Lord will blame us and hold us responsible. Hallelujah! Hallelujah! Praise the Lord! Praise the Lord! മതിയടാ മതി, പെട്ടെന്ന് വാ, നേരം പോയി. നീ പെണ്ണ് കാണാനൊന്നും പോവല്ലോ, കോടതിയിലോട്ട് തന്നെ അല്ലയോ പോകുന്നത്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എൻ്റെ ഇച്ചായോ. അറിയുന്നുണ്ട് ഞാൻ നിന്റെ ലീലാവിലാസങ്ങൾ. വാ. ഇത് എവിടെ പോയി കിടക്കുന്നു? റെഡി ആയില്ലയോ ഇതുവരെ? ഞാൻ പറയുമ്പോ ആർക്കും വിശ്വാസമില്ല, പരദൂഷണാണ് പോലും. വേണ്ട പോന്നു ആലീസിന്റെ പുതിയ ആള്. സനിച്ചായ അകത്തോട്ട് പോയിട്ട് ഇച്ചിരി നേരമായി. എന്റെ കൊച്ചിറാണി, നീ അതൊന്ന് അടക്കി. ചേച്ചി താങ്ക് യു. പതിവ് പോലെ ഇന്ന് തന്നെ എടുത്തങ്ങ് വെച്ചേരാ. താങ്ക് യു. ഉച്ചയാകുമ്പോ പാത്രത്തിലുള്ളത് മുഴുവൻ എടുത്തങ്ങ് തിന്നേച്ചാ മതി. നോക്കി പിടിക്കടിയോട്.
നല്ല ചേർച്ചയുണ്ടല്ലയോ ചേച്ചി? നിങ്ങല്ലയോ ദീനാമ്മയെ കണ്ട ഇപ്പൊ ഒരു മാലാഖെ പോലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മല പോലെ കൂടുന്നതല്ലാതോട്ട് കുറയുന്നില്ല. മദാമ്മയുടെ തനി സ്വരൂപം കാണാൻ പോയതിനെ 1.25 ലക്ഷം രൂപയാ പിഴ. ഇതാ ബില്ലുകളുടെ കൂട്ടത്തിൽ കുരുത്തം കിട്ടും. ചാക്കോ പണിക്ക് വിളിക്കാൻ വന്നപ്പോഴാ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയവരും ഞാൻ അറിയുന്നത്. എന്നാ പറഞ്ഞാലും എപ്പോഴും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാ. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്നതാ കുഞ്ഞരാമ എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഓടിച്ചാടി നടക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം താനേ അങ്ങ് നടന്നോളൂ. അത് നേരാ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മളെ പേടിച്ചിട്ടാന്നോ ചെടിയും മരവും കിഴങ്ങും ഒക്കെ വളരുന്നതും റബ്ബർ പാല് തരുന്നതും ഒക്കെ? അതൊക്കെ താനേ അങ്ങ് നടക്കും. നമ്മളതങ്ങ് വിട്ടുകൊടുത്തേച്ചാ മതി. ഓരോന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു ശരി. ആ എന്നാ പറഞ്ഞാലും ഈ വെറുതെ ഇരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണേ. എന്തായി കുഞ്ഞരാമ പണി? ആകെ പൊളിഞ്ഞിരിക്കുക സാധനം. നല്ല പണിയുണ്ട്. കുറച്ച് തടിയുടെ ഒക്കെ വേണ്ടി വരും. അതിനി അർത്ഥമുണ്ടാക്കണ്ടായോ? തൽക്കാലം ഗോവണി ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ പണി തുടങ്ങാം. എന്താ? കുഞ്ഞരാമന്റെ തീരുമാനം അങ്ങനെ ആന്നേ പിന്നെ ഞാൻ എന്നെ പറയാനാ. കുഞ്ഞരാമന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ 1000 രൂപയുടെ തന്നായിരുന്നെങ്കിൽ. അഡ്വാൻസ് ഒക്കെ നേരത്തെ കൈപ്പറ്റിയിട്ടുള്ളതാ കുഞ്ഞിരാമൻ. ഇനിയിപ്പോ പണി കഴിഞ്ഞിട്ട് തരുന്നതല്ലയോ അതിന്റെ ഒരു ശരി? ഇതിപ്പോ കടവായിട്ട് തന്നാ മതി. 2 ദിവസം കഴിഞ്ഞെടുക്കാം. ഇപ്പൊ പണിയൊക്കെ വളരെ കുറവാ. എന്നാ ഞങ്ങളങ്ങോട്ട് വാടി. പറഞ്ഞ ദിവസം തന്നെ പണം തിരിച്ചറിയാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞരാമ. പറയുന്ന കേട്ടില്ലയോ ആശാരിമാർക്ക് പണി കുറവാന്ന്? ഒരാശാരിയെ കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുക കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിനു മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെന്റെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചരാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞരാമൻ. നമുക്കത് മാത്രം ആലോചിച്ചാൽ പോരെ. ഇന്നത്തെ കാലത്ത് വിളിച്ചാ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നതന്നെ മഹാഭാഗ്യമാണ്. അതേ വന്നല്ലോ ഉച്ചയ്ക്ക് ഊണിന് മുമ്പുള്ള പതിവ് കോട്ട. അത് കൊള്ളാമല്ലോ. നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എല്ലാ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പൊ നീ ചോദിക്കും കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്നു. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ലെന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലാന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം സത്യം സത്യം. ഇത് സത്യം സത്യം സത്യം. കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ള നിങ്ങൾ രണ്ടാളുമായിരുന്നു സ്കൂളിൽ ഞങ്ങൾ ജൂനിയേഴ്സിന്റെ റോൾ മോഡൽസ്. പുല്ലാനിക്കാട്ടിലും തോട്ടറുപ്പിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുല്ലിയത്തുകാരികളുടെ പുറകെ പമ്മി നടന്ന കഥയൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ രോമാഞ്ചം കൊണ്ടിങ്ങനെ നിൽക്കും. അല്ല, പണത്തിനും പ്രൗഢിക്കൊന്നും ഒരു കുറവില്ലായിരുന്നല്ലോ ജോയിക്ക്. അന്നും പഠിത്തത്തിലൊക്കെ 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ചാച്ചൻ അല്ലെങ്കിലും ഞാൻ പഠിക്കാൻ പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞത്,
നീ ഇനി മറുഭാഷയൊന്നും പഠിക്കാൻ പോകണ്ട. ഇവിടെ എത്രയെന്തെല്ലാം കാര്യങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ നോക്കി നടത്തിയാ പോയത്. ഭാഗ്യവാൻ. നീ എന്നതായി പറയുന്നത്? അതോടൊരു തീർന്നില്ല എന്റെ ഭാഗ്യം. യവനും ഞാനും കൂടെ പണ്ട് എന്തുമാത്രം നീർക്കാങ്കുടി ഇടുകയും വള്ളം കളിക്കുകയും കടവിൽ വെളുത്തേടത്തി പെണ്ണുങ്ങളെ വലയിടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ CI സാറേ നിനക്ക്? പിന്നെ അറിയാതെ. നിനക്കറിയാവല്ലോ ബാലകൃഷ്ണ, ഇവന് ശകലം കേരള കോൺഗ്രസിന്റെ ഉപദ്രവം, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയോ ഇവന് അതിൽ ചെന്ന് പെട്ടുപോയതാ, കഷ്ടമായിപ്പോയി. പക്ഷെ ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല കേട്ടോ. എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? എന്നതാ കേരള കോൺഗ്രസിന് കുഴപ്പം? കേരള കോൺഗ്രസിന് ഒരു കുഴപ്പവും ഇല്ല. എന്നാലുണ്ടല്ലോ എന്നെ അതിന് കിട്ടുകയല്ല. മാണി സാർ എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഇച്ചാച്ചൻ വോട്ട് ചെയ്ത് കോൺഗ്രസിൽ നിന്ന് ഞാൻ മാറുകയല്ല. ഓ ജോയിച്ചൻ തുടങ്ങി. പിന്നെ അത് തന്നെ, എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഇനിയെങ്കിലും കഥയൊന്ന് മാറ്റിപ്പിടിക്കുക എന്റെ ജോയിച്ചാ. എന്നൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന് ഒരു കുലമഹിമയുണ്ട്. പിന്നെ എല്ലാ കുലത്തിലും അലവലാദികളുണ്ടെന്ന് ഓർത്ത് സമാധാനിക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല കേട്ടോ. കൊച്ചുറാണി 3-4 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഇനി വിളിച്ചാ ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞേ. ആ അച്ഛൻ വന്നല്ലോ. കയറി വരണോ അച്ഛൻ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ടൂടാ. ഇരിക്കടാ. എങ്ങനെയുണ്ട്? പുളിന്താന തിടവകാംഗവും അമേരിക്കൻ മലയാളിയുമായ വിൻസെന്റ് പട്ടിണിക്കാരൻ പ്രത്യേക ദൂതൻ വശം വളരെ ആദരപൂർവ്വം ഈ ആന്റണി അച്ഛന് കൊടുത്തയച്ച മുന്തി ഇനം സ്കോച്ച് വിസ്കി കുടിപ്പിൻ, ആഹ്ലാദിപ്പിൻ. എന്നാ പിടിയച്ചോ. ഒന്ന് മുട്ടിച്ചടാവേ. സണ്ണിച്ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. അവനവന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. അത് നേരെ. പേഴുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുവാ, ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണമെന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തു പോത്തേ ഉള്ളു. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ? ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. അയ്യോ എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാടല്ലേ ചോദിച്ചിന്? ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യമല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോ 1-2 കൊച്ചുങ്ങൾ കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാത്തിൻ്റെ റെഡിയാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കി വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ 10 മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെയെല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്. നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവന്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. രക്ഷകനായ ദൈവത്തോട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കുക. പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ കാത്തോളണേ കർത്താവേ. പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി 1-2 കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായെന്ന് അറിയണം. ഉള്ളത് പറഞ്ഞാൽ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചു വരാം. ഞാനെങ്ങുമില്ല. ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനെപ്പോ തിരുവാവും. കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്ക നോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. അപ്പനപ്പൂപ്പന്മാരോട് തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ. അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ഇച്ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയല്ല പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. മേഡം വേഗം ഇറങ്ങി തള്ളു.
നിന്റെ സ്വന്തം ആളാ. നീ മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തല ജയിലിൽ കയറ്റും അല്ലൂടാ. നിന്റെ വക്കീലെ പണിന്ന് ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ വേണ്ട. നിന്റെ ഗുണ്ടാപ്പണിയൊന്നും എന്റെ അടുത്ത് നടക്കണ്ട. ഇനിയിപ്പോ ഇതൊരു ശീലമായി പോയി. തള്ളടാ. ഇതാര് എന്തുവാ സണ്ണി കളി ചോറ് തന്നെ കഴിക്കാൻ കൊത്തുന്നോ നീ? ഓ തല്ലും കൊണ്ട് നിക്കുന്നുണ്ടല്ലേ? കേറി അടി എന്റെ ചോദിച്ച. മനസ്സിലാക്കി കൊടുക്കണ. എന്നതാ ഇത്? കളിക്കല്ലേ കളിക്കല്ലേ. എന്നതാ ഇത്? എന്നതാടോ ഇത്? പള്ളിപ്പറമ്പിൽ കിടന്ന് പോക്കർത്തരം കാണിക്കുന്നു. സണ്ണി എന്നതാടാ? എന്നതാ പ്രശ്നം? വക്കനോട് കളിച്ചാലുണ്ടല്ലോ കളി പഠിപ്പിക്കും വക്കൻ. വക്കാ പൊക്കോ. അച്ഛൻ പറഞ്ഞോണ്ടാരെ കൊല്ലുന്നില്ല ഞാൻ. പിള്ളേരേക്കാൾ കഷ്ടായി ജോയിച്ചിന്റെ കാര്യം. പിന്നെ എന്നത്തിനാ ഹീറോ വിളിക്കാൻ പോയത്? അതിപ്പോ എന്നാ പറഞ്ഞാലും നമ്മുടെ സണ്ണിക്ക് ഒരു പ്രശ്നം വരുമ്പോ അവന്റെ കൂടെ നിൽക്കണ്ടായതൊന്നും. വറീത മാപ്പിളയുടെ രക്തം അതിന്റെ ഞരമ്പിൽ കൂടെ ഓടുന്നത്. ഞങ്ങളുടെ പൂർവികന്മാർ നല്ല അസൽ ക്ഷത്രിയന്മാരായിരുന്നു എന്ന് എന്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വെറും ഒരു റൗഡിയെ കാണുമ്പോ പേടിച്ചോടുന്നു വിചാരിച്ചല്ലോ എന്റെ ആൻസിനി. ഓ അത് പിന്നെ എനിക്ക് അറിയാൻ മേലായോ? ഒന്ന് നിക്കണ്ട ആൻസി കൂടെ. വീട് ചോദിച്ച പിള്ളേരപ്പുറത്തുണ്ട്. ഇത്രയും കൊല്ലത്തിനടക്ക് തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് നിന്നെ പകലൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല. എത്ര കാലമായി ഞാൻ കൊതിക്കാന്നറിയോ? ആളും ബഹളം ഒഴിഞ്ഞൊരു നേരമല്ലേ ഈ വീട്ടില്. പിള്ളേരെയും മേലക്കാരെയും കണ്ടുപിടിച്ച് നിന്നെ ഒന്ന് പിടികിട്ടാനുള്ള വഴി ആലോചിച്ച് എത്രയാ ഞാൻ എന്റെ തല പുണ്ണാക്കിയത്. എന്നത്തിനാ ചോദിച്ച നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നത്? നടക്കും, നടന്നേ ഒക്കത്തുള്ളൂ. ഒരു ഉഗ്രൻ ഐഡിയ ഇട്ടിട്ടുണ്ട്, ബുദ്ധിപരമായ ഒരു നീക്കം. ഇന്ന് നിന്നെ ഞാൻ പകൽ വെളിച്ചത്തിലൊന്ന് കാണും, നോക്കിക്കോ. ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നത്? പറ, എന്നാത്തിനാ? അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാ ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാ പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അതിപ്പോ ആർക്കാ അറിയാൻ മേലാത്തത്? ഓടാ. മമ്മിയോ? ആ, മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. പപ്പ കുളപ്പുറം വക്കന്റെ നീടിയിട്ട് പപ്പ എന്നാ ഗുണപാഠമോ പഠിച്ചത്? വെള്ളരെ നോക്കണേ. ഓ,
നടക്കണേ എല്ലാരും കൂടെ ഈ നേരത്ത്? എന്നാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടിവിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധം. നോക്കിക്കഥ കേറി വരണേടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എല്ലാത്തിനാ നാണിച്ചിരിക്കുന്നേ. കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങേരെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയില്. പിന്നെ നമുക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ തുമ്പ് തല്ലിയോ ദേഷ്യം. നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ലി തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഉള്ളതാ. ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ ആണെന്നേ. നമസ്കാരം. അല്ല, ഇതാര് കുട്ടപ്പനാ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം എന്തായി? സോമാലിയയിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ കയ്യിലില്ല. വല്ല 10-500 ഒക്കെ ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ബൂർഷാസിയുടെ സ്ഥിരം നമ്പറായത്. എപ്പോ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും. മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാൽ പോലും കാശിന്റെ കാര്യമില്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇന്നൊരു അക്ഷരം മിണ്ടരുത്. ഈ പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കി മറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാർൽ മാർക്സിനെയും ഏംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ലാന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMSനെയും AKGയെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം ടീച്ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നേലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ട് അങ്ങ് അമ്മാനമാടുമല്ലയോ? പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം? എന്നെ കളിയാക്കണോ താൻ? ഇതുപോലെ പല തവണ താൻ എന്നെ അവഹേളിച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. നോക്കിക്കോ. എന്നതാ ഒരറിവ്!